بسم الله الرحمن الرحيم. وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1449 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ 36-ാമത്തെ ആയത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ സെയ്ദ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട അവരുമായുള്ള വിവാഹം സംബന്ധമായ ഒരു കാര്യമാണ് പ്രതിപാദിക്കുന്നത് കാണുകയുണ്ടായത്. സൈനബ് റളിയല്ലാഹു അൻഹക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും വേണ്ടത്ര തൃപ്തി ഉണ്ടായിരുന്നില്ലാത്ത ഒരു കല്യാണാലോചനയായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവുമായുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെയേറെ സ്നേഹിച്ചിരുന്ന, വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി കുടുംബപരമായി സൈനബിന് ചേർച്ചയില്ലാത്തതാണ് എന്ന ഒരു വിഷയം നിലനിൽക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചത് പ്രകാരം ഈ ആയത്തിന്റെ അവതരണത്തെ തുടർന്ന് ആ ദൈവിക കൽപ്പനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശവും ഒക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സൈനബ് റളിയല്ലാഹു അൻഹയും അവരുടെ കുടുംബത്തിലെ പ്രമുഖരായ ആളുകളും ഒക്കെ തന്നെ സന്നദ്ധരാവുകയായിരുന്നു. അങ്ങനെയാണ് ആ വിവാഹം നടക്കുകയുണ്ടായത്. അള്ളാഹുവും അവന്റെ ദൂതനും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
അക്കാര്യത്തിൽ മറ്റൊരു ഹീറത്ത്, മറ്റൊരു താല്പര്യം അല്ലെങ്കിൽ മറ്റൊരു പ്രിഫറൻസ് ഉണ്ടാവുക എന്നത് ഭൂഷണമല്ല, അത് പാടുള്ളതല്ല, അതല്ല ശരിയായ കാര്യം. അള്ളാഹുവും അവന്റെ ദൂതനും അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കുന്നതിൽ തീർച്ചയായിട്ടും ഒരു ഹിക്മത്ത് അടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ദൈവികമായ സമാവിയായ ഒരു ഉദ്ദേശവും താല്പര്യവും അതിൽ അടങ്ങിയിട്ടുണ്ടാവും, ഒരു ഹിക്മത്ത് അതിൽ അടങ്ങിയിട്ടുണ്ടാകും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നന്മ നമ്മെക്കാളേറെ അതിന് പരിഗണന കൊടുക്കുന്നത് അള്ളാഹുവും അവന്റെ ദൂതനുമാണ് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിർദ്ദേശം ശിരസ വഹിക്കുക എന്നതാണ് വിശ്വാസികൾ ചെയ്യേണ്ട കാര്യം എന്ന ഒരു പൊതു തത്വമാണ് ഈ ആയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് വ്യക്തിപരമായ വിഷയങ്ങളിൽ, വിവാഹം പോലെയുള്ള കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ പൊതുവായ വിഷയങ്ങളായാലും, ഇസ്ലാമിക അല്ലെങ്കിൽ ദീനീപരമായ കാര്യങ്ങളിലായാലും അള്ളാഹുവും അവന്റെ ദൂതനും ഒരു കാര്യം നിർദ്ദേശിക്കുന്നുവെങ്കിൽ അതൊരു ഖലാ എന്നുള്ള നിലക്ക്, ഒരു വിധി തീർപ്പ് അല്ലെങ്കിൽ നിർദ്ദേശം, ഒരു ആജ്ഞ എന്ന നിലക്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ, മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അക്കാര്യത്തില് അതേക്കാൾ വേറെ ഒരു സംഗതി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായൊരു സംഗതിയല്ല. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നത് ഏറ്റവും വലിയ വഴിപിഴക്കലിന്റെ ഒരു രീതിയാണ് എന്നതാണ് തുടർന്ന് അള്ളാഹു അവിടെ വ്യക്തമാക്കുന്നത്. ഈ ദൈവിക നിർദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ആ വിവാഹാലോചന ഇഷ്ടപ്പെടാതെ മാറി നിന്ന എല്ലാവരും തന്നെ അക്കാര്യത്തിൽ ഒരു പുനരാലോചന വേണ്ടതില്ലാത്ത വിധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു. അപ്പൊ പലരും ചോദിച്ചെന്ന് വരും, എന്നാ പിന്നെ അള്ളയും റസൂലും ഒരുമിച്ച് നിർദ്ദേശിച്ച ഒരു സംഗതി എങ്ങനെ പരാജയമായി പോയി എന്നത്. അങ്ങനെ ഒരു പരാജയം ഉണ്ടാവുക എന്നത് ദൈവിക നിശ്ചയത്തിന്റെ ഭാഗമാണ്. ചില സംഗതികള്, ദൈവികമായ ചില കൽപ്പനകള്, ആജ്ഞകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങള് പ്രത്യക്ഷത്തിൽ നമുക്ക് അനിഷ്ടകരമായി തോന്നിയേക്കാം. പക്ഷെ അതില് ദൈവികമായ ഒരു ഹിക്മത്ത്, വലിയൊരു യുക്തിയും തത്വവും ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. പ്രത്യക്ഷത്തിൽ നമുക്കത് പരാജയമെന്നോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. പക്ഷെ അതിന്റെ ആത്യന്തികമായി വിലയിരുത്തുമ്പോഴാണ് അത് ദൈവികമായ ഇറാദത്തിന്റെ, ദൈവികമായ നിശ്ചയത്തിന്റെ ഭാഗമായിട്ട് ചില വലിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് എന്നത് നമുക്ക് മനസ്സിലാവുക. അപ്പോ ഇവിടെ അതിന്റെ യുക്തി എന്ത്, അതിന്റെ ലെജിറ്റിമസി എന്ത്, അതില് വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയല്ലേ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പലരും ഉന്നയിച്ചേക്കും. പക്ഷെ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസം ഉൾക്കൊണ്ട ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം അതില് വേറൊരാലോചനക്ക് സ്പേസ് തന്നെയില്ല. എന്നെക്കാൾ ഒരു കാരണവശാലും എന്റെ റബ്ബിനേക്കാൾ എന്റെ കാര്യത്തില് ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്നവനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പിന്തുടരുന്ന എന്റെ പ്രവാചകനേക്കാൾ എന്റെ കാര്യത്തില് ഇഖ്ലാസ് കാണിക്കാൻ കഴിയുന്ന ആരും ഉണ്ടാവില്ല എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും മൗലികമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു സംഗതി. ഈ ഒരു കാര്യം ഉൾക്കൊണ്ട ഏതൊരു വിശ്വാസിയും ഒരു മറിച്ചൊരു ആലോചനയും ഇല്ലാത്ത വിധത്തിൽ തന്നെ ദൈവിക നിർദ്ദേശം വ്യക്തമായി കഴിഞ്ഞാൽ, പ്രവാചകന്റെ അനുശാസനം വ്യക്തമായി കഴിഞ്ഞാൽ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നതാണ്, അംഗീകരിക്കുക എന്നതാണ്
അവര് അക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടും തീരുമാനവും ഒക്കെ തന്നെ. സൈനബ് റളിയല്ലാഹു അൻഹയും അവരുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ ഏറ്റുവാങ്ങുന്നതും സ്വീകരിക്കുന്നതും അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതും ഒക്കെ തന്നെ. അങ്ങനെയാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹം, സെയ്ദ് റളിയല്ലാഹു അൻഹുവുമായുള്ള വിവാഹം നടപ്പിലാക്കപ്പെടുന്നത്. അത് ആ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശ പ്രകാരമാണ് എങ്കിലും അത് ദൈവികമായ ഒരു കൽപ്പന തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിർദ്ദേശിക്കുന്നത് ദൈവികമായ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല ഈ ആയത്ത് വ്യക്തമാക്കുന്നത് ഈ ഖലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ഈ വിവാഹ ആലോചന അത് അള്ളാഹുവിന്റെ തന്നെ ഖലാ ആണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ ഒരു ഖലാ അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും ഭാഗത്തു നിന്നുണ്ടായാൽ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നതാണ് ഇവിടെ ഏതൊരു വിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം ഭൂഷണമായത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെയും വിവാഹം പോലെയുള്ള വിഷയങ്ങളിൽ അള്ളാഹുവോ അവന്റെ ദൂതനോ ഇങ്ങനെ ഒരു ഇടപെടല് നടത്തുക എന്നത് ഉണ്ടാവാറില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമായി പരിഗണിച്ചുകൊണ്ട്, ഇഷ്ടം പരിഗണിച്ചുകൊണ്ടൊക്കെ നിർവഹിക്കപ്പെടുന്ന കാര്യമായിട്ട് തന്നെയാണുള്ളത്. എന്നാൽ ഇവിടെ ഈ വിഷയത്തില്, ഈ ഒരു സ്പെസിഫിക് ആയ കാര്യത്തില് അത് അള്ളാഹുവിന്റെ നിർദ്ദേശം പ്രവാചകനിലൂടെ നടപ്പാക്കപ്പെടുന്ന, അല്ലെങ്കിൽ പ്രവാചകന്റെ നിർദ്ദേശമായിട്ട് സൈനബിനെ അറിയിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അക്കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് സ്പഷ്ടമായി അള്ളാഹു അല്ലെങ്കിൽ അവന്റെ ദൂതൻ ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അനുസരിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകനെയും അതുപോലെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഒക്കെ ധിക്കരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വഴിവിട്ടു പോവുകയാണ്, മാർഗഭ്രംശം സംഭവിക്കുകയാണ് അങ്ങനെ ഒരാൾക്ക് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും, ഇപ്പോ നമ്മൾ ആരുടെ മകനായി മകളായി ജനിക്കണം എന്നത് നമ്മുടെ ചോയ്സ് അല്ല. വിവാഹത്തെക്കാൾ ഒരു പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ ഞാൻ ആരുടെ മകനായി ആരുടെ മകളായി ജനിക്കണം എന്നത്. അക്കാര്യം തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമുക്ക് അതില് നിർണയിക്കാൻ, തെരഞ്ഞെടുക്കാൻ ഒരവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ അള്ളാഹു അവന്റെ ഇച്ഛ പ്രകാരം തീരുമാനിച്ചതാണ്. അതില് ദൈവികമായ ഹിക്മത്ത് അടങ്ങിയിട്ടുമുണ്ട്. അതിലൊക്കെ ദൈവികമായ ഇറാദത്ത്, അള്ളാഹുവിന്റെ മശീഅത്തും ഇറാദത്തും ഹിക്മത്തും ഒക്കെ അതിലൊക്കെയും തന്നെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു ദൈവികമായ നടപടിയായിട്ട് അതിനെ മനസ്സിലാക്കി അംഗീകരിക്കുക എന്നതാണ് ഈ വിഷയത്തില് സൈനബിനും അവരുടെ കുടുംബാംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പരീക്ഷണം, അല്ലെങ്കിൽ അവര് നേരിട്ടിരുന്ന ഒരു വിഷയം. എന്തായാലും ഈ വിഷയത്തില് അവര് യാതൊരു വൈമനസ്യവും ഇല്ലാതെ, അത് ദൈവികമായ നിർദ്ദേശമാണ്, പ്രവാചകനിലൂടെ നടപ്പാക്കപ്പെടുന്ന ഒരു കാര്യമാണ് എന്നത് അവർക്ക് ബോധ്യപ്പെട്ടതോടുകൂടി അവര് മറ്റൊരു ആലോചനക്ക് തന്നെ ഇടം കൊടുക്കാതെ ആ കാര്യം ശിരസ വഹിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അത് 100% വിജയിക്കുമെന്ന ഒരു അഷുറൻസ് അല്ല അതിലുള്ളത്. അങ്ങനെ വിജയിക്കുക എന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ വിവാഹബന്ധം നിലനിൽക്കുകയില്ല എന്നതാണ് അതിന്റെ ഖലാ. എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങൾ ഉണ്ട്. അള്ളാഹു അവന്റെ മശീഅത്ത് നടപ്പിലാക്കുന്നത് അത്തരം ചില ഹിക്മത്തുകൾ മുൻനിർത്തിയാണ് എന്നത് തുടർന്നുള്ള ആയത്ത്, ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് ഒക്കെ നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അപ്പോ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പലരും ഉന്നയിക്കുന്നുണ്ടാവും. പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന ആളുകൾ ഒരു നിലപാടിന്റെ ഒരു തറയിൽ നിന്നിട്ട് വേണം അത് ചെയ്യാൻ. ഒന്നാമതായിട്ട് ഈ
ആയാത്തുകൾ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകൾ ദൈവിക വാക്യങ്ങളാണോ അല്ലേ എന്ന കാര്യത്തിൽ പോലും തീരുമാനം എടുത്തിട്ടില്ലാത്ത ആളുകള് അതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് വളരെ അപഹാസ്യമായ ഒരു സംഗതിയാണ്. ആദ്യം അള്ളാഹു എന്നൊരു യാഥാർത്ഥ്യമുണ്ടോ, പ്രവാചകൻ എന്ന ഒരു സംഗതി ആവശ്യമുണ്ടോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം, പാരത്രിക ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണോ, ദൈവിക മാർഗദർശനം എന്ന നിലക്ക് പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന ഇത്തരം ദൈവിക വെളിപ്പാടുകൾ, വേദഗ്രന്ഥം പോലെയുള്ള സംഗതികളൊക്കെ ഒരു യാഥാർത്ഥ്യമാണോ എന്നതൊക്കെ ഒരു തീരുമാനത്തിലേക്ക് വന്നതിന് ശേഷം മതി ഇത്തരം വിഷയങ്ങളിൽ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതോ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതോ എന്നതാണ് അതിന്റെ ഒരു ഒരു ക്രമപരമായിട്ടുള്ള ഒരു കാര്യം. അത് ഉൾക്കൊള്ളാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടുന്നും എങ്ങോട്ടും എറിയാം. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പരസ്പര വിരുദ്ധമായ സൂചനകളുമാണ് ഉണ്ടാവുക. ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. ഇപ്പോ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഈ 37-ാമത്തെ ആയത്തിന്റെ സൂചനകളും അതിന്റെ അർത്ഥതലങ്ങളും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 37-ാമത്തെ ആയത്ത് മുതല് 48-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം സൈനബ് റളിയല്ലാഹു അൻഹായുടെ വിവാഹമോചനം, തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യുന്ന സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള അത് സംബന്ധമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഉൾക്കൊള്ളുന്നത്. നമുക്ക് ആ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു ഒരു സംഗതി ഓർമ്മപ്പെടുത്തുകയാണ്. വൈദ് തഖൂലു ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി അംസിക് അലൈക സൗജക വത്തഖില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് ഇങ്ങനെ പറയുകയാണ്, അംസിക് അലൈക സൗജക വത്തഖില്ലാഹ്, നീ നിന്റെ ഭാര്യയെ കൂടെ നിർത്തണം, അവരെ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. ഈ രണ്ട് വാചകങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് സംസാരിച്ച കാര്യമാണ് അള്ളാഹുവിടെ അനുസ്മരിക്കുന്നത്. ആ കാര്യം ഓർക്കണം എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. അംസിക അലൈക സൗജക, നീ നിന്റെ ഭാര്യയെ, നിന്റെ ഇണയെ ചേർത്ത് പിടിക്കണം, അവരെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ അവളെ വിട്ടുകളയരുത്, അവരെ തലാഖ് ചെയ്ത് ഉപേക്ഷിക്കരുത്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറയുന്നത്. ആരോടാണ് ഇത് പറയുന്നത്? അതാണ് അതിന്റെ തൊട്ടു മുമ്പ് അള്ളാഹു പരോക്ഷമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. വൈദ് തഖൂലു, താങ്കൾ പറഞ്ഞ സന്ദർഭം പ്രത്യേകം ശ്രദ്ധേയമാണ്, അത് ഓർക്കേണ്ടതുണ്ട്. എന്താണ് ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി, അള്ളാഹു പ്രത്യേകമായിട്ട് നിഅമത്ത് ചൊരിഞ്ഞ ഒരാള്, താങ്കളും അയാളോട് വലിയ ഉദാരത കാണിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളോട് താങ്കൾ ഇങ്ങനെ പറഞ്ഞ ആ സന്ദർഭം ഉണ്ടല്ലോ, അത് ഓർക്കണം എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ആരോടാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പറഞ്ഞ വാചകം അംസിക അലൈക സൗജക വത്തഖില്ലാഹ് എന്നാണ്. താങ്കൾ ഭാര്യയെ കൂടെ നിർത്തണം, അവരെ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിനെ ഭയപ്പെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞിട്ടുള്ളത്. ആരോടാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു വ്യക്തി, അയാളെ അള്ളാഹു പ്രത്യേകമായിട്ട് നിഅമത്ത് ചൊരിഞ്ഞിട്ടുണ്ട് അയാളുടെ മേൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തെ വളരെ ഉദാരമായിട്ട് അദ്ദേഹത്തിന് പല അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഔദാര്യവും ഒക്കെ അദ്ദേഹത്തോട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാള്, അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും നിഅമത്തുകള് ഏറെ ചൊരിയപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയോട് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ പറഞ്ഞുവല്ലോ, അംസിക അലൈക സൗജക് വത്തഖില്ലാഹ് എന്ന് പറഞ്ഞുവല്ലോ, ആ കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കണം, അത് ഓർക്കണം എന്നാണ് അള്ളാഹു ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകരെ താങ്കൾ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, അംസിക അലൈക സൗജക വത്തഖില്ലാഹ്. ആരാണ് ആള്? അത് അള്ളാഹു പ്രത്യേകം അനുഗ്രഹിച്ച ഒരാളാണ്, താങ്കളും വലിയ ഔദാര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ്.
ആ ഘട്ടത്തില് വതുഖ്ഫി ഫീ നഫ്സിക, താങ്കളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. മല്ലാഹു മുബ്ദീഹി, അള്ളാഹു തീർച്ചയായിട്ടും വെളിപ്പെടുത്തുന്ന ഒരു കാര്യം താങ്കൾ ചില പരിഗണനകളാൽ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഒരു വിഷയം. ആ ഘട്ടത്തില് തീർച്ചയായിട്ടും ആ കാര്യം അള്ളാഹു വെളിപ്പെടുത്തും. അള്ളാഹു അങ്ങനെ മറച്ചു പിടിക്കുകയൊന്നുമില്ല, അത് ഒളിപ്പിച്ചു വെക്കുകയൊന്നുമില്ല. ഏത് ഘട്ടത്തിലാണ്? അംസിക്ക അലൈക്ക സൗജക വത്തഖില്ല എന്ന് താങ്കള് ആ പ്രത്യേക വ്യക്തിയോട് പറഞ്ഞ ആ സന്ദർഭം, ആ സന്ദർഭത്തിൽ അത് പറയുമ്പോഴും താങ്കൾ ഒരു കാര്യം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. പക്ഷെ ആ കാര്യം അള്ളാഹു വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യം താങ്കൾ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. വതഖ്ശന്നാസ, താങ്കൾക്ക് ജനങ്ങളെയാണ് പേടി, താങ്കൾ ജനങ്ങളെ ഭയപ്പെടുകയായിരുന്നു. വല്ലാഹു അഹഖു അൻ തഖ്ശാഹു, എന്നാൽ ഭയപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് അള്ളാഹുവാണ്. ജനങ്ങളെ അല്ല ഭയപ്പെടേണ്ടത്, അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്. ജനങ്ങൾ എന്ത് കരുതും എന്നല്ല ആലോചിക്കേണ്ടത്, അള്ളാഹു ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. ഭയപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹുവാണ്, ജനങ്ങളല്ല. അപ്പോ വല്ലാഹു അഹഖു അൻ തഖ്ശാഹു, എന്നിട്ട് അള്ളാഹു വിഷയം വ്യക്തമായി തുടർന്നുള്ള വാക്കുകളിൽ വെളിപ്പെടുത്തുക. ഫലമ്മ ഖലാ സൈദുൻ മിൻഹ വതറൻ, സെയ്ദ് അവരുമായുള്ള ഇടപാടുകളൊക്കെ അവസാനിപ്പിച്ചപ്പോ, സെയ്ദ് വത്തർ എന്ന് പറഞ്ഞാല് താല്പര്യം, ഡീൽ എന്നൊക്കെ എന്നുള്ള നിലക്ക് മനസ്സിലാക്കാം. താല്പര്യം എന്നാണ് ആ വാക്കിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. അപ്പൊ സെയ്ദ് ഇവിടെ സൂചന മിൻഹ എന്നാണല്ലോ, ഒരു സ്ത്രീയിലേക്കാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹായുമായുള്ള വിവാഹ ബന്ധത്തിന്റെ ആ ഇടപാട് എല്ലാ അർത്ഥത്തിലും വൈൻഡപ്പ് ചെയ്തപ്പോ, അവസാനിപ്പിച്ചപ്പോ എന്ന് പറഞ്ഞാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹായെ വിവാഹമോചനം ചെയ്യുകയും അവരുടെ എഴുത്താക്കാലം 3 ആർത്തവകാലം അവസാനിക്കുകയും ചെയ്തതോടെ അള്ളാഹു പറയുകയാണ്, സവ്വജ്നാകഹ, നാം അവരെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. എന്തിനാണ്? ലികൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ, വിശ്വാസികളുടെ മനസ്സിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു പ്രയാസവും അനുഭവപ്പെടാതിരിക്കാൻ, ഫി അസ്വാജി അദ്ഇയാഇ, അവരുടെ ദത്തുപുത്രന്മാരുടെ പത്നിമാരുടെ കാര്യത്തിൽ, അവരെ വിവാഹമോചന ശേഷം ഈ ഫോസ്റ്റർ പാരന്റ്സിന് വിവാഹം ചെയ്യുന്നത് സംബന്ധമായി യാതൊരു തടസ്സവുമില്ല എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്താനും, അത് എന്തോ മോശമായ ഒരു കാര്യമാണ് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയാനും വേണ്ടി സൈനബിനെ താങ്കൾക്ക് നാം വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സവ്വജ്നാകഹ, നാം അവരെ, സൈനബിനെ താങ്കൾക്കായിട്ട് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. അതിന്റെ പ്രത്യക്ഷമായ താല്പര്യവും ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. ലികൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ, വിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാകാൻ പാടില്ല മനസ്സിൽ, അതിനു വേണ്ടിയാണ്. എന്താണ് ബുദ്ധിമുട്ട്? ഫി അസ്വാജി അദ്ഇയാഇഹിം, അത് അവരുടെ അദ്ഇയാഇന്റെ കാര്യത്തിൽ, അവരുടെ ദത്തുപുത്രന്മാരുടെ കാര്യത്തില്, ദത്തുപുത്രന്മാരുടെ പത്നിമാരുടെ കാര്യത്തില്. എപ്പോഴാണ്? ഇദാ ഖലൗ മിൻഹുന്ന വത്ര, അവരുമായുള്ള ഈ ദത്തുപുത്രന്മാര് അവരുടെ പത്നിമാരുമായുള്ള വിവാഹബന്ധത്തിന്റെ എല്ലാ ഇടപാടും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തില് പിന്നെ വിവാഹാലോചന പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വിഷയത്തിൽ, മുസ്ലിം മുഅ്മിനുകളുടെ കാര്യത്തിൽ, വിശ്വാസികളുടെ കാര്യത്തിൽ, വിശ്വാസികൾക്ക് എന്തെങ്കിലും നിലക്കുള്ള ഒരു സന്ദേഹം
അല്ലെങ്കിൽ മാനസിക പ്രയാസം ഒന്നും തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഘട്ടത്തില് സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇദാ ഖളവു മിൻഹുന്ന ബത്ര, ഈ ദത്തുപുത്രന്മാര് അവരുടെ പത്നിമാരുമായുള്ള വിവാഹബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതോടെ, എന്ന് പറഞ്ഞാൽ ആ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ആ ഇദ്ദ കാലഘട്ടവും. കാരണം ആ ഇദ്ദ കാലഘട്ടത്തില് അവര് ഗർഭിണികളാണോ എന്നത് അറിയേണ്ടതുണ്ട്. അവരെ വീണ്ടും ഈ ഭർത്താക്കന്മാർക്ക് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആ വിവാഹബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈ ഒരു പീരീഡൊക്കെ കഴിഞ്ഞാൽ ആ ഡീല്, ആ ഇടപാട് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദത്തുപുത്രന്മാരുടെ ഈ വിവാഹമുക്തകളായ പത്നിമാരുടെ കാര്യത്തില് അവരെ വിവാഹം ചെയ്യുന്ന സംബന്ധമായൊക്കെ ആലോചിക്കുന്നതിന് വിശ്വാസികൾക്ക് യാതൊരു മാനസിക പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. അത് ജാഹിലിയത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ദത്തുപുത്രന്മാര് അനന്തരാവകാശികളായി മാറുന്നതും ദത്തുപുത്രന്മാരുടെ പത്നിമാര് സ്വന്തം മക്കളുടെ പത്നിമാരെ പോലെ പരിഗണിക്കപ്പെടുക എന്നതും ഒക്കെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമല്ല. ജാഹിലിയത്തിന്റെ ഭാഗമായി അറബ് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ദത്തുപുത്രനായി സ്വീകരിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം എന്റെയും ഞാൻ അദ്ദേഹത്തിന്റെയും അനന്തരാവകാശിയായിരിക്കും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തില് അള്ളാഹു പിന്നീട് സമാവിയായ ഇടപെടൽ നടത്തിക്കൊണ്ട് വെളിപാടുകളിലൂടെ തിരുത്തുകയും അങ്ങനെ ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായിട്ട് ഈ വക കാര്യങ്ങളിൽ പരിഗണിക്കാൻ പാടില്ല, അവരെ അവരുടെ പിതാക്കന്മാരോട് ചേർത്ത് പറയണം എന്ന നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യണം. അതിനെ തുടർന്ന് ആ കാര്യം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ആളുകൾക്ക് മടിയുണ്ടാകും. കാരണം ശീലിച്ചു വന്നിട്ടുള്ള ദത്തുപുത്രന്മാരെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഒരു രീതിയായിരിക്കും അത്. പക്ഷെ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടി ചെയ്യിച്ചുകൊണ്ട് ആ ജാഹിലീയത്തിന്റെ രീതി അവസാനിപ്പിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ നിശ്ചയം. അപ്പോ അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്, താങ്കൾ ഒരാളോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അംസിക്ക അലൈക്ക സൗജക്ക വത്തഖില്ല, താങ്കൾ താങ്കളുടെ പത്നിയെ ചേർത്ത് നിർത്തുക, അവരെ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിനെ ഭയപ്പെടണം എന്നൊക്കെ പറഞ്ഞല്ലോ. അത് പറയുന്ന ആ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ ബന്ധം വഷളായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹയെ പത്നിയായി കൂടെ നിർത്തുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റം പ്രയാസകരമായി മാറിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് പലവട്ടം അദ്ദേഹം വിവാഹമോചന താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, സെയ്ദ് ഇവരെ സൈനബ് റളിയല്ലാഹു അൻഹയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ബന്ധം വേർപെടുത്തുകയാണെങ്കിൽ സൈനബ് റളിയല്ലാഹു അൻഹയെ താങ്കൾ വിവാഹം ചെയ്യണം, താങ്കൾ സ്വീകരിക്കണം എന്നത്, പത്നിയായിട്ട് സ്വീകരിക്കണം എന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അത് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹീ മുഖാന്തരം അങ്ങനെയുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഭയപ്പെട്ട് നിൽക്കുകയാണ്. ജനങ്ങൾ എന്ത് വിചാരിക്കും? ഇസ്ലാമിന്റെ ശത്രുക്കള്, വിശേഷിച്ച് മുശ്രിക്കുകള്, യഹൂദ വിഭാഗങ്ങളിൽപ്പെട്ടവര്, മുനാഫിക്കുകള് ഒക്കെ ഇത് ഇസ്ലാമിനെതിരിലുള്ള ഒരു ആയുധമായിട്ട് പൊക്കിക്കൊണ്ടുവരും, അത് വലിയ സങ്കീർണത ഉണ്ടാക്കും, ഇങ്ങനത്തെ വയ്യാവേലകളൊന്നും തലയിൽ വലിച്ചേറ്റണ്ട എന്നൊരു നിലപാടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ ഒരു നിർദ്ദേശം പ്രയോഗത്തിൽ കൊണ്ടുവരാതെ ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരുന്നത്. സൈനബിനെ സംരക്ഷിക്കാൻ, അവരെ പത്നിയായി സ്വീകരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തിപരമായിട്ട് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ആലോചന സ്വാഭാവികമായും നടത്തുന്നുണ്ട്. പക്ഷെ അത് ആ ആലോചനയെ അള്ളാഹു ഒരു നിർദ്ദേശമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതും നടപ്പിലാക്കണമെന്ന്
ആവശ്യപ്പെടുകയും ചെയ്തതുമാണ്. ഈ കാര്യം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സൂറത്തിന്റെ തന്നെ തുടക്കത്തിൽ നമ്മളത് ചില ആയത്തുകളിൽ അത് കാണുകയും ചെയ്യും. പക്ഷെ ആ ഒരു കാര്യത്തിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈമനസ്യം കാണിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ആ ഘട്ടത്തിലാണ് അള്ളാഹു ഈ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇക്കാര്യം ഇവിടെ പറയുന്നത്. വൈദ് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി. അള്ളാഹുവും താങ്കളും ഒരുപോലെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഔദാര്യം കാണിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയോട് താങ്കൾ ഇങ്ങനെ പറഞ്ഞു, അംസിക്ക അലൈക സൗജക്ക വത്തഖില്ല, ഭാര്യയെ കൂടെ നിർത്തണം, അവരെ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ആ ഘട്ടത്തില് യഥാർത്ഥത്തിൽ ആ വിവാഹം ഫലത്തില് ഇല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അത് സംബന്ധമായിട്ട് ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ഭാര്യയെ കൂടെ നിർത്തണം, അവരെ വിവാഹമോചനം ചെയ്യരുത്, അള്ളാഹുവിനെ ഭയപ്പെടണം എന്നൊക്കെയാണ്. അപ്പോ അള്ളാഹു അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹത്തിനെ അതിന്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ടും ഒക്കെയാണ് ഇവിടെ കാര്യം പറയുന്നത്. ആ ഘട്ടത്തിൽ നഫ്സിക, താങ്കള് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. മല്ലാഹു മുബ്ദീഹി, പക്ഷെ അള്ളാഹു അത് വെളിപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാര്യം വെളിപ്പെടുത്താനും അതൊരു വിഷയമാക്കിയിട്ട് അതിലൂടെ വിശ്വാസി സമൂഹത്തെ വലിയൊരു പാഠം പഠിപ്പിക്കാനുമൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ താങ്കൾ അത് മനസ്സിൽ ഒളിപ്പിച്ച് കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോ തഖ്ശന്നാസ, താങ്കൾക്ക് അള്ളാഹുവിനെ അല്ല, ഈ കാര്യത്തിൽ ജനങ്ങളെയായിരുന്നു പേടി. തഖ്ശന്നാസ, എന്നാൽ വല്ലാഹു അഹഖു അൻ തഖ്ശാഹു, ഭയപ്പെടാൻ ഏറ്റവും അർഹനായത് അള്ളാഹുവാണ് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഉണർത്തുകയാണ് ഇവിടെ. എന്നിട്ട് അള്ളാഹു തുടർന്ന് ഈ കാര്യത്തിലുള്ള ദൈവിക തീരുമാനം അറിയിക്കുകയാണ്. ഫലമ്മ ഖലാ സെയ്ദുൻ മിൻഹാ വതറൻ, സെയ്ദ് സൈനബുമായുള്ള വിവാഹ ഇടപാട് പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കെ അതിനെ തുടർന്ന് സവ്വജ്നാകഹ, നാം താങ്കൾക്ക് അവരെ വിവാഹം ചെയ്തു തരുന്നു. ഇതാ വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പോലും. സവ്വജ്നാകഹ, നാം താങ്കൾക്ക് അവരെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. അള്ളാഹു നേരിട്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വേറെ നിക്കാഹു പോലും ആവശ്യമില്ലാത്ത വിധത്തില് അള്ളാഹുവാണ് സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ, എന്തിനു വേണ്ടിയാണ്? അതിന് അള്ളാഹുവിന് ഒരു താല്പര്യമുണ്ട്, ഒരു കാരണമുണ്ട്. വിശ്വാസികളുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള വിഷമവും ഉണ്ടാവാൻ പാടില്ല. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ പത്നിമാരുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ സ്ത്രീകളെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി പരിഗണിക്കുന്നതിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു മനപ്രയാസവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇല്ലാതാവണമെങ്കിൽ, മനപ്രയാസമൊന്നും അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ പിന്നീട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ, അവരെക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിന് ഏറ്റവും ഉയർന്ന മാതൃകയായ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതാണ് അതിന് അനിവാര്യമായത് എന്നത് അള്ളാഹു തീരുമാനിക്കുകയാണ്. അപ്പോ അതിനു വേണ്ടിയാണ് താങ്കൾക്ക് സൈനബിനെ നാം ഇപ്പോ വിവാഹം ചെയ്ത് തന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ ഫീ അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖലൗ മിൻഹുന്ന വതറ, അവരുമായുള്ള വിവാഹബന്ധത്തിന്റെ, ദാമ്പത്യ ബന്ധത്തിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച അവസ്ഥയിൽ അവരെ, ഈ ദത്തുപുത്രന്മാരുടെ വിധവകൾ അല്ല പത്നിമാരെ, വിവാഹമുക്തകളായ മുൻ ഭാര്യമാരെ നിങ്ങൾക്ക് വിവാഹത്തിന് പരിഗണിക്കുന്നതിന് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇക്കാര്യം നടപ്പിലാക്കുന്നത്. വകാന അംറുല്ലാഹി മഫഊല, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ വിധി തീർപ്പ് നടപ്പിലാക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ വിവാഹം ചെയ്യുക എന്നത് അള്ളാഹു അങ്ങ് നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണ്.
അത് ഏറ്റെടുത്ത് പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നത് അനിവാര്യമായ സംഗതിയാണ്, നിർബന്ധമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവോട് അറിയിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദത്തുപുത്രന്മാരുടെ വിവാഹമുക്തകളെ വിവാഹം ചെയ്യുക എന്നത് അള്ളാഹു നിർദ്ദേശിച്ച ഒരു കാര്യമല്ല. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹായുടെ കാര്യത്തില് ഇത് ഒരു കൽപ്പനയാണ്, അതനുസരിച്ചേ പറ്റൂ, അത് നടപ്പിലാക്കപ്പെടേണ്ട കാര്യമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പോ ഈ ആയത്ത് നൽകുന്ന ചില സൂചനകള് നമ്മുടെ മനസ്സിലേക്ക് ഒരു വ്യക്തതയോടുകൂടി നമ്മൾ സ്വീകരിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മനസ്സിൽ കൃത്യമായി പതിഞ്ഞു കിടക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഇതില് സെയ്ദ് റളിയല്ലാഹു അൻഹുവും സൈനബ് റളിയല്ലാഹു അൻഹായും തമ്മിലുള്ള വിവാഹം പരാജയമാകുമെന്ന കാര്യം അള്ളാഹുവിന് നേരത്തെ അറിയുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അള്ളാഹുവിന് അറിയുന്ന കാര്യം തന്നെയാണ്. അള്ളാഹു പക്ഷേ അങ്ങനെ ഒരു കൽപ്പന നൽകിയിട്ടുള്ളത് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ആ വിവാഹം പരാജയമാവും. ചില വിവാഹങ്ങൾ അങ്ങനെ ഫലപ്രദമാവാതെ പോവും എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു ലക്ഷ്യമിട്ട ചില കാര്യങ്ങളുണ്ട് ഇസ്ലാമിക സമൂഹത്തെ വളരെ വ്യക്തതയോടുകൂടി പഠിപ്പിക്കാൻ. അതിന് സൈനബിനെയും സെയ്ദിനെയും അള്ളാഹു തന്റെ പദ്ധതിയുടെ ഭാഗമാക്കി പ്രയോജനപ്പെടുത്തി എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്. അള്ളാഹുവിന്റെ ഇച്ഛകൾക്ക് നമ്മൾ വിധേയപ്പെടുക എന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെ ഉണ്ടാവും. അത് അള്ളാന്റെ തീരുമാനമാണ്. അള്ളാന്റെ തീരുമാനത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ലല്ലോ. നമ്മൾ ആരുടെ മകനായി എവിടെ ജനിക്കുന്നു എന്നതൊന്നും നമ്മൾ ആഗ്രഹിച്ചതോ നമ്മൾ തീരുമാനിച്ചതോ ഒന്നുമല്ല. അത് അള്ളാന്റെ തീരുമാനമാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു വിവാഹത്തിന്റെ കാര്യം. അത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അത് വർക്ക് ചെയ്തില്ല, ശരിയാണ്, വർക്ക് ചെയ്തില്ല, അത് ഫലപ്രദമായില്ല. പക്ഷെ അതിൽ അള്ളാഹു ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു അത് നടപ്പിലാക്കുകയും ചെയ്തു. അത് ഇവരോട് ചെയ്ത എന്തെങ്കിലും ദ്രോഹമായി പോയോ? അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതില് യഥാർത്ഥത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ പേര് തന്നെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ കൂട്ടത്തില് പേര് പരാമർശിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അന്ത്യനാൾ വരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ ഈ ദൈവിക വെളിപാടുകളുടെ ഈ ഗ്രന്ഥത്തില് അദ്ദേഹത്തിന്റെ പേര് ചേർത്ത് അത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര വലിയ മഹത്തരമായ ഒരു കാര്യമാണ്, ഒരു പദവിയാണ്, ഒരു ഔന്നത്യമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ഈ ഒരു നടപടിയിലൂടെ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരുപാട് ദൈവികാനുഗ്രഹങ്ങൾ ലഭിച്ച ആളാണ്. 8ാമത്തെ വയസ്സില് വീട്ടില് ഉമ്മായുടെ അസാന്നിധ്യത്തില് വീട് ആക്രമിച്ച് കയ്യേറിയ ഒരു കൂട്ടര് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അറേബ്യയിലെ ഉഖാദ് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കളഞ്ഞതാണ്. അവിടുന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഒരു കസിൻ അവരെ വില കൊടുത്തു വാങ്ങുന്നതും ഖദീജ റളിയല്ലാഹു അൻഹായുടെ സേവനത്തിനായിട്ട് നൽകുകയൊക്കെ ചെയ്യും. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുഹബത്തിനാണ് അദ്ദേഹത്തിന് അവസരം ഉണ്ടാവുന്നത്. അതും അദ്ദേഹം പ്രവാചകനായി നിശ്ചയിക്കപ്പെടുന്നതിന്റെ ഒരു 15 കൊല്ലം മുമ്പ് തന്നെ. അന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് 15 വയസ്സാണ് പ്രായം ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സ് പ്രായമായിട്ടുണ്ട്. 8ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ കവർച്ചക്കാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അടിമക്കമ്പോളത്തിൽ വിറ്റത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അദ്ദേഹത്തിനെ ലഭിക്കുമ്പോൾ അതിനെ തുടർന്ന് നുബുവത്തിന്റെ ഘട്ടം എത്തുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സാണ്. അപ്പൊ അത്രയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞും
മനസ്സിലാക്കിയും അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചും ഒക്കെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളുടെ കൂടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് വാപ്പായും വാപ്പായുടെ സഹോദരനും ഒക്കെ അദ്ദേഹത്തെ തേടിപ്പിടിച്ച് മക്കയിലെത്തി മകനെ വിട്ടുതരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സെയ്ദ് എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, നിങ്ങളുടെ മകനാണ്, നിങ്ങളുടെ കൂടെ വരാൻ അവൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ തടസ്സം നിൽക്കൂല. പക്ഷെ അവൻ എന്നെ ഉപേക്ഷിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് പറയുകയാണെങ്കിൽ അവനെ ഞാൻ ആട്ടി പറഞ്ഞേക്കൂല. ഇതാണ് എന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്നാണ് പറഞ്ഞത്. അത് അവരെ വാപ്പായുടെയും സഹോദരന്റെയും അടുക്കലേക്ക് സെയ്ദിനെ വിളിച്ചു വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ താങ്കൾക്ക് അറിയുമോ, ഇവരെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇതെന്റെ ഉപ്പയാണ്, മറ്റേത് എന്റെ ഉപ്പായുടെ സഹോദരനാണ് എന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ്. അതിനെ തുടർന്നുണ്ടായ സംഭാഷണത്തില് വാപ്പായെയും സഹോദരനെയും ഞെട്ടിച്ചുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു എടുക്കുന്ന തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ തുടരണം, തങ്ങണം എന്ന തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അത് വ്യക്തമാക്കിക്കൊണ്ടാണ്. അത് വളരെ അവിശ്വസനീയമായ ഒരു കാര്യമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അടിമത്തത്തിന്റെ അവസ്ഥയിൽ നിലകൊള്ളുക, എന്നിട്ട് ഉപ്പായും ഉമ്മായും വന്ന് ഉപ്പായും ഉപ്പായുടെ സഹോദരനും കണ്ടെത്തി കൂടെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ട് പോകുന്നില്ല എന്ന് തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അവിശ്വസനീയമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ സെയ്ദ് അതിൽ വളരെ സന്തുഷ്ടനാണ്. സെയ്ദിനെ കൂടെ നിർത്തുന്നതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സന്തുഷ്ടനായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലായപ്പോ പിന്നെ യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധത്തിലാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പായും സഹോദരനും ഒക്കെ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ഇതൊക്കെ തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ അള്ളാഹു ചൊരിഞ്ഞ അനുഗ്രഹങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന് പ്രത്യേകമായ ഔദാര്യം പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. സൈനബിന് സ്വന്തം കുടുംബത്തിലെ തന്നെ ഒരു യുവതിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അതിനു വേണ്ട മഹർ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. കല്യാണ വസ്ത്രങ്ങള്, അതുപോലെ വീട്ടാവശ്യത്തിനുള്ള പല സംഗതികളും ഒക്കെ ചെയ്തു കൊടുത്തു. അത് കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വന്തം പുത്രനെ പോലെ അല്ലെങ്കിൽ വീട്ടിന്റെ ഒരംഗത്തെ പോലെ പരിഗണിച്ചുകൊണ്ടുള്ള സ്നേഹവായ്പ പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെയൊക്കെ മൂല്യവും വിലയും ഒക്കെ മനസ്സിലാകുന്നത് അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ. ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കിട്ടിയിട്ടുള്ള ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് ഇങ്ങനെ ഒരു വിവാഹം നടക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നത് ഒരു നിലക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും അദ്ദേഹത്തിന് അതിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു അനീതി അനുഭവപ്പെടുന്ന ഒരു വിഷയം തന്നെ വരുന്നില്ല. കാരണം വലിയ ഔന്നത്യം അള്ളാഹുവും അവന്റെ ദൂതനും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ നാമം ഏറ്റവും നല്ല വിധത്തിൽ പരാമർശിക്കപ്പെടുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ച, അവന്റെ ദൂതനും അനുഗ്രഹിച്ച എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സെയ്ദിന്റെ പേര് പരാമർശിച്ചു എന്നത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട്, ഏറ്റവും വലിയ ദൈവികമായ പരിഗണനയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇനി സൈനബിന്റെ കാര്യം എടുക്കുക. യുവതിയായിരുന്ന, കന്യകയായിരുന്ന സൈനബിനെ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയാണല്ലോ. അപ്പോ ആ വിവാഹബന്ധം ഫലപ്രദമായില്ല എന്നതിലൂടെ അവർക്ക് മാനസികമായ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായി എന്ന് വെക്കുക. പക്ഷേ അതിനെ തുടർന്ന് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഒരു സ്ത്രീ എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിയായി മാറുക വഴി സൈനബ് റളിയല്ലാഹു അൻഹാക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ പല ആംഗിളില് നമ്മൾ കാര്യങ്ങളെ ചേർത്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഉൾക്കൊള്ളാൻ. ഇനി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ദത്തുപുത്രന്റെ പത്നിയിൽ അനുരക്തനായി അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ വിവാഹം ചെയ്യാൻ മോഹിച്ചു, എന്നിട്ട് സെയ്ദിനെ കൊണ്ട് അവരെ വിവാഹബന്ധം വേർപ്പെടുത്തിച്ചു എന്നൊക്കെ പറയുന്ന കാര്യത്തില് ഇതിൽ ഒന്നാമതായിട്ട് ഈ വിവാഹം ചെയ്തു കൊടുത്തത് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, മനസ്സിലാക്കേണ്ടതുണ്ട്. സെയ്ദ്
അത് നിലനിർത്തി പോകാൻ ബുദ്ധിമുട്ടാണ് റസൂലെ, എനിക്ക് അവരെ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല, അവര് എനിക്ക് വേണ്ട വിധത്തിൽ വിധേയപ്പെടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പലപ്പോഴും എന്ന് പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്താണ്? അംസിക് സൗജക്ക എന്നാണ്, വത്തഖില്ല എന്നാണ് പറയുണ്ടായത്. അപ്പൊ ഈ ആയത്തുകളുടെ സൂചനകളൊക്കെ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ആക്ഷേപങ്ങളെയും അതുപോലെ ഇത്തരം വിമർശനങ്ങളെയും ഒക്കെ വിലയിരുത്താനും മനസ്സിലാക്കാനും എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപക്ഷെ ചില വിശദാംശങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടാകും. വിട്ടുപോയത് ഉണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് നാളത്തെ സെഷനിൽ അത് ചേർത്ത് പറയാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.